ഹായ് നമസ്കാരം. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ RSSന്റെ തലവൻ മോഹൻ ഭഗവത് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ഹിന്ദുക്കൾ ഇംഗ്ലീഷ് സംസാരിക്കരുത്, പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രം ധരിക്കണം. എങ്ങനെയുണ്ട് ഇത് കേട്ടിട്ട്? നമ്മുടെ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും? ഇങ്ങനെ ഒരു പ്രസ്താവന നമ്മുടെ ഈ ഇസ്ലാം മത പണ്ഡിതന്മാരാരെങ്കിലും പറയുകയാണ്, നിങ്ങൾ ഇനി മുതൽ ഇംഗ്ലീഷും സംസാരിക്കേണ്ട, നിങ്ങൾ മറ്റുള്ള വസ്ത്രങ്ങളും ധരിക്കേണ്ട, എല്ലാവരും അങ്ങോട്ട് പർദ്ദ ധരിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലുകളിൽ കുറെ പ്രത്യേകം ഇനം സാധനങ്ങൾ അങ്ങോട്ട് രൂപപ്പെടും. പിന്നെ വന്നിരുന്നുകൊണ്ട് അങ്ങോട്ട് ചർച്ച ചെയ്യും, അതങ്ങോട്ട് കീറി മുറിക്കും, പിന്നെ വേറെ തലത്തിലേക്കൊക്കെ അതങ്ങനെ കൊണ്ടുപോകും. എന്തായാലും ഈ മോഹൻ ഭഗവത് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രസ്താവനയോട് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം എങ്ങനെയാണ് അത് എടുക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പക്ഷേ ചിലപ്പോൾ ചർച്ചകൾ ചെയ്തേക്കാം. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു വീഡിയോ, അതായത് നമ്മുടെ ഈ അപ്പി ബൈജു ഉള്ളൂ, അപ്പി ബൈജു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പി ബൈജുവിനെ കുറിച്ചിട്ട്. ഇവന് നല്ല ഒന്നാം തരം ആമ്പിള്ളാർ കീറി മേഞ്ഞെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട്. അത് ആര് പറഞ്ഞെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും നല്ല കണക്കിന് എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറിയിട്ടുണ്ട് ഇവനെ. അതുകൊണ്ട് തന്നെ ഇവന്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഇപ്പോൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മദ്രസ പൊട്ടൻ, ജിഹാദി, മുറിയണ്ടി ഇങ്ങനെയുള്ള അഭിസംബോധനകളൊക്കെ അവൻ്റെ പറയുന്നതിനകത്ത് ചെറുതായിട്ടൊരു കുറവ് വന്നിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ടില്ല, കാരണം സംഘപ്രസ്ഥാനങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷെ ഇവന് ഈ പറയപ്പെടുന്ന സംഘപ്രസ്ഥാനങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. നല്ല ഇടി കിട്ടി, നല്ല മോങ്ങിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഷൈനി മധുസൂദനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിഴച്ച അമ്മായി, ഒരു തള്ളയാണ്. ഈ തള്ള UK-ലോ ലഡാക്കിലോ അവിടെയൊക്കെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ ആയതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഷെറിൻ എന്ന് പറയുന്ന തടവ് പുള്ളിക്കാരിയെ കുറിച്ചിട്ട് വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ സഹതടവുകാരിയായിട്ടുള്ള ഒരു സ്ത്രീ, സുനിത എന്ന് പറയുന്ന ഒരു സ്ത്രീ, നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിന്റെ പേര് ഇങ്ങനെ എവിടെയോ പറഞ്ഞു പോകുന്നതായിട്ട് ഞാനൊന്ന് കേട്ടു. ഈ ഷെറിൻ എന്ന് പറയുന്ന ഈ തടവുകാരിയെ കാണാനായിട്ട് ഗണേഷ് കുമാർ വരാറുണ്ട് എന്ന് ഈ സുനിതയോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഞാൻ കണ്ടത്. അപ്പൊ നമ്മുടെ ഈ അപ്പി ബൈജു ഇപ്പം അവന്റെ ആ വീഡിയോ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ചില ഊള സ്ത്രീകൾ വന്നിരുന്ന് പറയുന്നത് അവനിപ്പോൾ അതേപോലെ എടുത്ത് അവന്റെ ചാനലിനകത്തോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം അവന് പറയാൻ മേല, അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും മിക്കവാറും ഒരു പക്ഷേ ചിലപ്പോൾ ആമ്പിള്ളാർ കയറി മേഞ്ഞാലോ എന്ന് വിചാരിച്ചു. ഇപ്പൊ UK-ലും ലഡാക്കിലൊക്കെ ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ ആരെ കുറിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറയാലോ, അല്ലേ? ഇപ്പൊ സുനിത എന്ന് പറയുന്ന തടവുകാരി ഗണേഷ് കുമാറിന്റെ പേര് പറഞ്ഞാൽ അതിനകത്ത് ഗണേഷ് കുമാർ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയത്തില്ല. അത് കൂടുതൽ അന്വേഷണങ്ങളിലൊക്കെ വന്നെങ്കിലേ അറിയത്തുള്ളൂ. പിന്നെ പ്രദീപ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ട് അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഷൈനിക്ക് സുഖസുന്ദരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ജയിലിനകത്ത് ഉണ്ടായിരുന്നതിനെ കുറിച്ചിട്ടൊക്കെ എല്ലാം നമ്മളിപ്പം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പം പണവും സ്വാധീനവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും എന്തും ആകാം എന്നുള്ളൊരു നിയമവ്യവസ്ഥ അല്ലെങ്കിൽ നിയമ സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിൽ നിയമങ്ങളെ വളച്ചൊടിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരാണ് നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് പേരുദോഷം ഉണ്ടാക്കുന്നത്. കാരണം ഇവരെ പോലുള്ള ആൾക്കാരാണ് സർക്കാരിന് വരെ ബാധ്യതയായി മാറുന്നത്. പക്ഷേ ഇതിനകത്തൊക്കെ ആഭ്യന്തരം കൈകാറുന്ന നമ്മുടെ മുഖ്യമന്ത്രി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള ക്രിമിനൽസിനെയൊക്കെ ഈ ഭാഗത്തുനിന്ന് മാറ്റില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ വീണ്ടും നാശത്തിലേക്ക് പോകത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടായിരുന്നു, ഒരു പോലീസ് ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ലീലാവിലാസങ്ങൾ. ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ അപ്പി ബൈജുവിന് വേണ്ടി ഈ തള്ള പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. സ്ത്രീയെ കുറിച്ചിട്ടും പിന്നെ കൂട്ടത്തിൽ ഇണക്കത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് എവിടെ ഏത് വഴി എങ്ങനെ പോയാലും അത് അവസാനം കൊണ്ടുപോയിട്ട് മറ്റേ ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കൊണ്ടുവെക്കുന്ന ഒരു ചെറിയ പരിപാടി ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനകത്ത് ചിലപ്പോൾ ഹൂറികൾ കടന്നു വരും, മദ്യപ്പുഴ കടന്നു വരും, സ്വർഗം കടന്നു വരും. അപ്പൊ അത്തരത്തിലൊരു വീഡിയോ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളിത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങള് തുണി അഴിക്കാൻ അങ്ങോട്ട് തയ്യാറായി കഴിഞ്ഞാൽ മന്ത്രിമാരടക്കം നാട് ഭരിക്കണ എല്ലാ മന്ത്രി പുങ്കവന്മാരും വരിയ നിൽക്കുന്നവരാണ്. അതായത് ഒരു ഷെറിൻ എന്ന് പറഞ്ഞ നമ്മുടെ കാരണവർ കൊലക്കേസിലെ ജയിൽ പുള്ളി, കാരണവർ കൊലക്കേസിലെ ജയിൽ പുള്ളിക്ക് ജയിലിൽ പരമസുഖാത്രേ. അതായത് അവള് എന്തിനൊന്ന് തയ്യാറായാൽ മതി, 2 മിനിറ്റ് നേരത്തെ കാര്യമില്ലല്ലോ, ഒന്ന് കണ്ണടച്ചാൽ മതിന്ന്. മന്ത്രിമാരൊക്കെ DIG അടക്കം മന്ത്രിമാരാണ് കാവല് നിൽക്കുന്ന അവൾക്ക് വേണ്ടിയിട്ട്. എവിടെ എത്തി നോക്കിയ കാര്യങ്ങള്? നിങ്ങൾ കാണുന്ന കേരളം അല്ല കേരളം. കേരളത്തിലെ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാല് സുഭിക്ഷമായിട്ടാണ് കിടക്കാം. അവള് പറയുന്ന പോലത്തെ ഫുഡ്. അപ്പൊ എല്ലാവരും ഈ പറയുന്നത്, നമ്മുടെ തൃശ്ശൂരത്തെ ആ ചേച്ചി പറയണ കേട്ടിട്ട് ഞാൻ ഈ പറയണത്, നമ്മളിപ്പോഴാണ് ഈ പുതിയ പുതിയ കേസുകളൊക്കെ കേൾക്കണത്. നമ്മളെ ഏത് ലോകത്ത് ജീവിക്കണ്? നമ്മള് UK-ൽ നിന്നല്ല ലണ്ടനിലല്ല എവിടെ പോയി ജീവിച്ചിട്ട് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിനേക്കാളൊക്കെ VIP ലെവലിലാണ് കാര്യങ്ങൾ പോണത്. നമ്മുടെ മറ്റേ ഈ കഷായം ഗ്രീഷ്മ ഏത് സ്വർഗത്തിലായിരിക്കും? നല്ലൊരു ദമ്പടിയാണ്, നല്ലൊരു പിടിയാണ്. ഈ നിലയ്ക്ക് ഷെറിനൊന്നും ഒന്നുമല്ല.
ഷെറിൻ എന്ന് പറയുന്നോള് വിചാരിച്ചപ്പോ DIG വന്നിട്ട് വൈകുന്നേരം 5 മണിക്ക് ജയിലടയ്ക്കുമ്പോ DIG വന്നിട്ട് 7 മണിക്കും ജയിൽ തുറക്കുന്നവരാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഷെറിന് വേണ്ടിയിട്ട്. അവളെ ഇങ്ങോട്ട് തുറന്നിട്ട് പിന്നെ അവള് ലിപ്സ്റ്റിക് ഇട്ട് പൗഡർ ഇട്ട് ആകെ നല്ല സൂപ്പർ ആക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണ്. പിന്നെ അവള് പറയുന്നിടത്താണ് കാര്യങ്ങള്. അവൾക്ക് നല്ല രസമുള്ള കിടക്ക, തലേണ, പാട്ടുപെട്ടി, പിന്നെ ഫോണ്, അങ്ങനെയൊന്നും വേണ്ട എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും എല്ലാം. എവിടെ എത്തി നമ്മുടെ ഭരണകൂടങ്ങളൊക്കെ? എന്നിട്ട് ഈ ഭരിക്കണ നമ്മള് തെരഞ്ഞെടുത്ത് ഭരിക്കണ ഈ മന്ത്രിമാരൊക്കെ ഇല്ലേ, നമ്മളെ ഗണേശേട്ടന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. ഗണേശേട്ടനൊക്കെയാണ് ഷെറിനെ കൊണ്ട് നടന്നിരുന്നെന്ന് പറയുന്നത്. അപ്പൊ അവര് പോയി സുഖിച്ച്, അവര് മതിച്ച്, അവരെല്ലാം മതിയും കഴിഞ്ഞിട്ട് തിരിച്ച് ജയിലിലേക്ക് കയറി വരും. അപ്പൊ പിന്നെ ഇനിയിപ്പം ഗ്രീഷ്മയ്ക്ക് എന്തുട്ട് ഇപ്പൊ നഷ്ടപ്പെടാൻ പോണേ? കാശിന് കാശ്, സ്ഥാനത്തിന് സ്ഥാനം, അവള് വിചാരിക്കുന്നിടത്ത് കാര്യങ്ങള്, അവള് കൽപ്പിക്കുന്നിടത്ത് കാര്യങ്ങള്. നമ്മുടെ ഈ നാട് ഭരിക്കണ ഈ ഏമാമാരില്ലേ, അവരൊക്കെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഇവളുമാരുടെ കാലിന്റെ അടിയിൽ. അല്ല, ഞാൻ വേറെ എന്താ കണ്ട് പറഞ്ഞിരിക്കില്ലേ, ഞാൻ മന്ത്രിയമ്മമാരില്ലേ, ഈ മന്ത്രിയമ്മമാരുടെ എല്ലാ പിന്നെ സംഭവങ്ങളും തീർക്കാൻ വേണ്ടിട്ടേ ഈ മുഖ്യമന്ത്രിയോട് എന്റെ ഒരു നിവേദനമാണ്. എന്റെ പൊന്നു മുഖ്യമന്ത്രി പിണറായി വിജയേട്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യണം. നാട് മുഴുക്ക എല്ലാ പഞ്ചായത്തുകളിലും നിങ്ങൾ ഒരു വേശ്യാലയം കൂടെ തുടങ്ങും. എന്നിട്ട് പല ജയിലിൽ കിടക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ആ വേശ്യാലയത്തിന്റെ കാവലേൽപ്പിക്കും. ഈ മന്ത്രിമാരുടെ സോക്കേട് അങ്ങോട്ട് മാറട്ടെ. അല്ലെങ്കിൽ ഇവിടെ കിടക്കപ്പുറത്ത് ഉണ്ടാവണ്ടേ? അപ്പൊ പിന്നെ ഈ പണ്ടാരം പറഞ്ഞ മാതിരി പോത്തിന്റെ കടി മാറി കാക്കയുടെ വിശപ്പ് മാറി എന്ന് പറഞ്ഞ രണ്ടു മാറൂല ഇപ്പൊ അത്. നെയ്യപ്പം നിന്നാ രണ്ടുണ്ട് കാര്യം, മീശയും എടുക്കാം, വയറ് നിറയ്ക്കാം. അപ്പൊ പിന്നെ ഇതുപോലെ ജയിലുകളിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ എന്തിനും തയ്യാറായി കഴിഞ്ഞാലേ, ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ജയിൽ എന്ന് പറഞ്ഞപ്പോ എന്താണ് 72 ഹൂറിമാര് സ്വർഗ്ഗമൊക്കെ പറയും ജയിലിലല്ലേ. ഇനിയിപ്പോ വേറെ എവിടേക്കും പോണ്ട. ഈ പറയുന്ന ആൾക്കാർ ഇനി സ്വർഗ്ഗം ഒന്നും തപ്പി എവിടെയും പോണ്ട. സ്വർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ അട്ടക്കുളങ്ങര ജയിലും വിയ്യൂര് ജയിലൊക്കെ തപ്പി കഴിഞ്ഞാല് അവിടെ ഇങ്ങോട്ട് ചെന്ന് കയറിയാ മതി. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോ പെണ്ണുങ്ങളെ. അട്ടക്കുളങ്ങര ജയില അല്ലെങ്കിൽ വിയ്യൂര് ജയില എന്നുള്ള വെച്ചെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ കയറി പറ്റാം. കാരണം ഇന്നിപ്പോ സ്വർഗ്ഗം എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ ജയിലുകളിലാണ് കാണുന്നത്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അത്രേ വേണ്ടൂ. ബാക്കിയൊക്കെ മന്ത്രിമാര് നോക്കിയോളും. പിന്നെ നമ്മൾ വിരിക്കുന്നിടത്ത് DIGമാര് വരി നിൽക്കും, കമ്മീഷണർ വരി നിൽക്കും, നമ്മുടെ തലപ്പത്തുള്ള സർവത്ര ആൾക്കാർ വന്നിട്ട് വരി നിൽക്കും, മന്ത്രി പുങ്കന്മാരൊക്കെ സല്യൂട്ട് അടിക്കും നമ്മളെ. അപ്പൊ എന്തായി? സുഷബ്ദല്ലേ കാര്യങ്ങള്? സൂപ്പർ അല്ലേ? അതാ ഞാൻ എന്തോരം വലിയ പരമ വിഡ്ഢിയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. വല്ല നാട്ടിലും പോയി ജീവിതം കളഞ്ഞ് അവനവന്റെ നാട്ടിലുള്ള ജീവിതം, ഭർത്താവിനെയും മക്കളെയും വീടൊക്കെ ഉപേക്ഷിച്ച് വല്ല നാട്ടിലും പോയി കിടന്ന് പാടുപെട്ട് കഷ്ടപ്പെട്ട് 10 പൈസ ഉണ്ടാക്കാൻ കിടന്ന് എന്താ പാടുപെടണെന്നറിയോ? ഇത് ഇവിടെ ഞാൻ പറയുന്നത് പെണ്ണുങ്ങളോട് ഞാൻ പറയണേ, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിങ്ങൾ വേഗം ജയിലിലേക്ക് പോകാൻ നോക്കിക്കോ. ഈ മന്ത്രിമാര് നോക്കിക്കോളും നമ്മുടെ കാര്യങ്ങള്. നമ്മളൊന്ന് ചിരിച്ചു കാട്ടിയാൽ മതി. അത്രേ വേണ്ടോ? ഒരു സെക്കൻഡിൽ കാര്യം കഴിഞ്ഞു. അപ്പൊ എന്തായാലും ശരി, സൂപ്പറാണ് കാര്യങ്ങൾ കേട്ടാ. ഈ നിലയ്ക്ക് പോണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ പോയി എത്തുന്ന ഒരു പിടി കിട്ടണില്ല ഇഷ്ടാ. ഞാൻ ഇല്ല ഗടി ഈ വക കാര്യങ്ങളൊക്കെ കേട്ട് തലയൊക്കെ മരവിച്ചു. ഇനിയിപ്പോ എന്തുട്ട് പറയണേ? എന്തുട്ട് പറയാ? ആരോടെ പറയണേ? ഒരു പൊട്ടൻ നാട് ഭരിക്കുന്നു, അതിന്റെ കുറെ ചിങ്കിടികൾ നാട്ടിൽ കിടന്ന് വിലസുന്നു. ഇതിന്റെ ഇടയിൽ പെട്ടിട്ട് കുറെ ജനങ്ങള് അവരിന്നും കഴുതകൾ തന്നെ. എന്താണ് പൊതുജനം? കഴുത. ശരി ഇഷ്ടാ, ഓക്കെ എന്നാ. എന്തുട്ട് അമ്മായി പറയണത്? എന്തായാലും അമ്മായി UK കിടന്ന് എന്താണ് കാണിക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അമ്മായി. എന്തായാലും അമ്മായി ഈ കെടി ഇങ്ങോട്ട് ഇറക്കണ്ട. കാരണം ഇപ്പൊ ഈ സുനിത ഗണേഷ് കുമാറിനെ കുറിച്ചിട്ട് ഗണേഷ് കുമാറിന്റെ ഒരു പേര് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ആ ഒരു വാർത്തയിൽ ഗണേഷ് കുമാറിന്റെ പേര് ഈ ഷെറിൻ എന്ന് പറയുന്ന പെണ്ണ് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഗണേഷ് കുമാർ ഇതിനകത്ത് ഇൻവോൾവ് ആണോ ഇല്ലെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അത് വരും ദിവസങ്ങളിൽ ഇതിന്റെ അടുത്ത വാർത്തകൾ നമ്മുടെ മാധ്യമ പ്രവർത്തകർ പുറകെ പോകും. കാരണം ചെതയും അവര്. കാരണം ഈ എതിർ ഗ്രൂപ്പ് നിൽക്കുന്ന ആൾക്കാർക്ക് ചെതയാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവരെന്തായാലും ചെതഞ്ഞത് പുറത്ത് കൊണ്ടുവന്നോളും. തെറ്റാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% തെറ്റ് എന്ന് തന്നെ നമ്മൾ പറയാനകത്തൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ഇതൊക്കെ പറയാനായിട്ടുള്ള എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന UK അമ്മായിക്കെന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതിൻ്റെ ഇടക്ക് കൊണ്ടുവന്നിട്ട് മറ്റേ ഹൂറിമാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ജയിലിലേക്ക് പോയാൽ മതി. പിന്നെ ഒരു അഡ്വൈസും കൂടെ കൊടുക്കുകയാണ് കേട്ടോ സ്ത്രീകൾക്ക്. കാരണം ഞങ്ങളൊക്കെ ഈ UK വന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവിതം വെറുതെ പാഴാക്കി നാട്ടിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ഫേമസ് ആകാരുന്നല്ലോ എന്നാണ് അമ്മായി പറഞ്ഞു വന്നതിൻ്റെ ഒരു പൊരുള്. എന്താണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതൊക്കെ തന്നെയാണ്. പക്ഷെ അത് അവിടെ ആയതുകൊണ്ട് ഇവിടെ ആരും അങ്ങനെ വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല. അപ്പോൾ അപ്പി ബൈജുവിന് വേണ്ടി അമ്മായി ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും